ഹലോ സുഹൃത്ത്, നമസ്കാരം. JD's കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 27, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി JD's കറണ്ട് അഫേഴ്സ്. ഇന്നത്തെ ചില കറണ്ട് അഫേഴ്സ് ആണ്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് പ്രഖ്യാപിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സാങ്ച്വറി കേരളത്തിൽ. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് സുഭാൻ ശുക്ല എൻട്രി ചെയ്തു. ഏത് ദിവസമായിരുന്നു, ഏത് സമയത്തായിരുന്നു? ആദമ്യ എന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഫാസ്റ്റ് പെട്രോൾ വെസൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിനെ ഗോവ ഷിപ്പ്യാർഡ് നൽകി. ഇന്ത്യയുടെ ജാനുവി ദങ്കേട്ടി ഇന്ത്യയിലെ ആദ്യത്തെ ആസ്ട്രോനോട്ട് ആയിരിക്കുള്ളൂ ടൈറ്റാൻ സ്പേസ് മിഷനിലേക്ക് വേണ്ടി. ഇത്തരത്തിലുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് ഇന്നത്തെ കറണ്ട് അഫേഴ്സ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: KV രാമകൃഷ്ണൻ, ഏഴാച്ചേരി രാമചന്ദ്രൻ സെലക്ടഡ് ഫോർ കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ്. KV രാമകൃഷ്ണൻ, ഏഴാച്ചേരി രാമചന്ദ്രൻ എന്നിവരെ കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പുകൾക്ക് തിരഞ്ഞെടുത്തു. കേരള സാഹിത്യ അക്കാദമി അവാർഡാണ് ഇന്നലെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. കേരള സാഹിത്യ അക്കാദമിയുടെ 2024 അക്കാദമി ഫെലോഷിപ്പിനും ലൈഫ് ടൈം കോൺട്രിബ്യൂഷൻ അവാർഡിനും തിരഞ്ഞെടുക്കപ്പെട്ട വെറ്ററന്മാരുടെ പേരുകൾ: KV രാമകൃഷ്ണൻ, ഏഴാച്ചേരി രാമചന്ദ്രൻ. കേരള സാഹിത്യ അക്കാദമിയുടെ അക്കാദമി ഫെലോഷിപ്പ്, അതുപോലെ ലൈഫ് ടൈം കോൺട്രിബ്യൂഷൻ അവാർഡ്. ഈ ഒരു അവാർഡ് നൽകുന്നത് ഏറ്റവും പ്രായമായിട്ടുള്ള വ്യക്തികൾക്ക് നൽകുന്ന അവാർഡ് ആണ് അക്കാദമി ഫെലോഷിപ്പ് ആൻഡ് ലൈഫ് ടൈം കോൺട്രിബ്യൂഷൻ അവാർഡ്. ഈ അവാർഡ് ലഭിച്ചിട്ടുള്ളത് KV രാമകൃഷ്ണൻ, ഏഴാച്ചേരി രാമചന്ദ്രൻ എന്നിവർക്കാണ്. പൂക്കളുടെ പുസ്തകം എന്ന പുസ്തകത്തിന് ഉപന്യാസ ഭാഗത്തിൽ കേരള സാഹിത്യ അക്കാദമി 2024 സിബി കുമാർ എൻഡോമെന്റ് അവാർഡ് നേടിയത് ആരാണ്? M. സ്വരാജ്. ഇന്ന് നമുക്കറിയാം, CPM പാർട്ടിയുടെ നിലമ്പൂർ ബൈ അസംബ്ലിയിൽ സ്ഥാനാർത്ഥിയായിരുന്ന M. സ്വരാജ് ആണ് അദ്ദേഹത്തിന്റെ പൂക്കളുടെ പുസ്തകം എന്ന പുസ്തകത്തിനാണ് 2024 കേരള സാഹിത്യ അക്കാദമിയിൽ സിബി കുമാർ എൻഡോമെന്റ് അവാർഡ് ലഭിച്ചിട്ടുള്ളത്. M. സ്വരാജിന്റെ പൂക്കളുടെ പുസ്തകം എന്ന പുസ്തകത്തിന് എസ്സേ കാറ്റഗറിയിൽ വരുന്ന ഒരു പുസ്തകമാണ്. കേരള സാഹിത്യ അക്കാദമി ഗാരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര എന്ന കൃതിക്ക് ചെറുകഥ വിഭാഗത്തിൽ ആദരിക്കപ്പെട്ടത് ആരെയാണ്? V. ഷിനിലാൽ. V. ഷിനിലാൽ അദ്ദേഹത്തിന്റെ ഗാരിസപ്പി അരുവി അഥവാ ഒരു ജലയാത്ര എന്ന കൃതിക്കാണ് ചെറുകഥ വിഭാഗത്തിൽ ഷോർട്ട് സ്റ്റോറി എന്ന കാറ്റഗറിയിലാണ് അവാർഡ് ലഭിച്ചിട്ടുള്ളത് V. ഷിനിലാലിനെ. ആണോ എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി 2024 മികച്ച നോവൽ അവാർഡ് നേടിയത് ആരാണ്? GR ഇന്ദുഗോപൻ. കേരള സാഹിത്യ അക്കാദമി 2024 ബെസ്റ്റ് നോവൽ എന്ന കാറ്റഗറിയിലാണ് ആണോ എന്ന ആ ഒരു കൃതിക്ക്, ആ ഒരു നോവലിന് GR ഇന്ദുഗോപന് അവാർഡ് ലഭിച്ചിട്ടുള്ളത്. മുരിങ്ങവാഴ കറിവേപ്പ് എന്ന സമാഹാരത്തിന് 2024 കേരള സാഹിത്യ അക്കാദമി കവിതാ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? അനിത തമ്പി. മുരിങ്ങവാഴ കറിവേപ്പ് എന്ന ആ ഒരു കവിതാ സമാഹാരത്തിനാണ് അനിത തമ്പിക്ക് ലഭിച്ചിട്ടുള്ളത് അവാർഡ്. അനിത തമ്പി കവിതാ സമാഹാരത്തിന് ലഭിച്ചപ്പോൾ നോവൽ എന്ന കാറ്റഗറിയിൽ ലഭിച്ചത് GR ഇന്ദുഗോപൻ ആണ്. ഷോർട്ട് സ്റ്റോറി എന്ന കാറ്റഗറിയിൽ V. ഷിനിലാലിന് അവാർഡ് ലഭിച്ചപ്പോൾ M. സ്വരാജിന് ലഭിച്ചിട്ടുള്ളത് എസ്സേ കാറ്റഗറിയിലാണ്. പൂക്കളുടെ പുസ്തകം എന്ന ഒരു പുസ്തകത്തിന് KV രാമകൃഷ്ണൻ ആൻഡ് ഏഴാച്ചേരി രാമചന്ദ്രൻ എന്നിവർക്ക് അക്കാദമി ഫെലോഷിപ്പ് ആൻഡ് ലൈഫ് ടൈം കോൺട്രിബ്യൂഷൻ അവാർഡ് ആണ് ലഭിച്ചിട്ടുള്ളത്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്: കേരളാസ് വെസ്റ്റേൺ ഗാർഡ്സ് നൗ ഹോം ടു ഇന്ത്യാസ് ഫസ്റ്റ് ബട്ടർഫ്ലൈ സാങ്ച്വറി. കേരളത്തിലെ പശ്ചിമഘട്ടം ഇപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ചിത്രശലഭ സങ്കേതത്തിന് സ്വദേശമാണ്. ഈ കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള വാർത്തയാണ്. അതായത് കേരളത്തിന്റെ പശ്ചിമഘട്ടത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സാങ്ച്വറി വന്നിരിക്കുകയാണ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. കണ്ണൂരിലെ ആറളം വന്യജീവി സങ്കേതത്തിന്റെ പുതിയ പേര് ആറളം ചിത്രശലഭ സങ്കേതം. ആറളം വന്യജീവി സങ്കേതം ഇത് കണ്ണൂരിലാണ്. ഈ ഒരു സങ്കേതത്തിനാണ് ഇപ്പോൾ പുതിയ പേര് വന്നിട്ടുള്ളത്. അതായത് ആറളം ബട്ടർഫ്ലൈ സാങ്ച്വറി എന്ന് വന്നിട്ടുള്ളത് ആറളം ചിത്രശലഭ സങ്കേതം. കേരള സംസ്ഥാന വന്യജീവി ബോർഡ് ആറളം വന്യജീവി സങ്കേതം എന്ന പുനർനാമകരണം ചെയ്തത് ഏത് തീയതിയിലാണ്? 18 ജൂൺ 2025. 2025 ഈ വർഷമാണ് കേരള സ്റ്റേറ്റ് വൈൽഡ് ലൈഫ് ബോർഡ് ആറളം വൈൽഡ് ലൈഫ് സാങ്ച്വറിക്ക് ഈ ഒരു പേര് നൽകിയിട്ടുള്ളത്. അതായത് ആറളം ചിത്രശലഭം സങ്കേതം എന്ന പേര് നൽകിയിട്ടുള്ളത്. ഇന്ത്യയിലെ ആദ്യത്തെ ചിത്രശലഭ സങ്കേതമായി മാറിയ വന്യജീവി സങ്കേതം ആറളം ബട്ടർഫ്ലൈ സാങ്ച്വറി. അതായത് ഇന്ത്യയിൽ ഇതുവരെയായിട്ടും ഒരു ബട്ടർഫ്ലൈസിന് വേണ്ടി
ചിത്രശലഭത്തിന് വേണ്ടി ഒരു സാങ്ച്വറി ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ കേരളത്തിൽ ആറളം വൈൽഡ് ലൈഫ് സാങ്ച്വറി ആണ് അതിൻ്റെ പേര് മാറ്റിക്കൊണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ, അതായത് ചിത്രശലഭത്തിന് വേണ്ടി മാത്രമായിട്ട് വരുന്ന ആ ഒരു സംഗീതമാക്കി മാറ്റിയിട്ടുള്ളത് ഇത് കണ്ണൂരിലാണ്. ഏതാണ് ആദ്യത്തേത് ഇന്ത്യയിലെ ചിത്രശലഭങ്ങൾക്ക് മാത്രമായി സമർപ്പിച്ചിരിക്കുന്ന സംരക്ഷിത വനം? ആറളം ചിത്രശലഭ സങ്കേതം. അതായത് ഒരു വനം കേവലം ബട്ടർഫ്ലൈസിന് വേണ്ടി മാത്രമായിട്ട് മാറ്റിവെച്ചിരിക്കുന്ന ഒന്നാണ് ഇന്ത്യയിലെ കണ്ണൂരിലുള്ള ആറളം ബട്ടർഫ്ലൈ സാങ്ച്വറി. അടുത്തൊരു ന്യൂസ് റീഡിംഗ് ആണ്. സുഭാൻഷു ശുക്ല ബിക്കംസ് ദി ഫസ്റ്റ് ഇന്ത്യൻ ടു എൻ്റർ ദി ISS. ISSൽ പ്രവേശിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനായ സുഭാൻഷു ശുക്ല. ഇന്നത്തെ ഹിന്ദു പത്രത്തിലെ മെയിൻ പേജിലെ മെയിൻ ഹെഡിംഗ് ആണ്. അതായത് സുഭാൻഷു ശുക്ല അദ്ദേഹം ആദ്യത്തെ ഇന്ത്യനായി മാറിയിരിക്കുന്നു, ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ കടക്കുന്ന ആസ്ട്രോനോട്ട്. 14 ദിവസമാണ് അദ്ദേഹം ആ ഒരു മിഷനിലേക്ക് ഉണ്ടാവുക. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ജൂൺ 26 വൈകുന്നേരം 4:01 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പ്രവേശിച്ച ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? ഗ്രൂപ്പ് ക്യാപ്റ്റൻ സുഭാൻഷു ശുക്ല. ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ സുഭാൻഷു ശുക്ലയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വ്യക്തി, ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ കടക്കുന്ന വ്യക്തി. ഇന്നലെ ജൂൺ 26 4:01 വൈകിട്ട് ആ ഒരു സമയത്താണ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ സുഭാൻഷു ശുക്ല ISSലേക്ക് കടന്നിട്ടുള്ള ആ ഒരു സമയം. അതായത് ആ ഡോക്കിംഗ് എന്ന് പറയാൻ പറ്റും. ആ ഒരു സ്പേസ് ഡ്രാഗൺ ISS ആയിട്ട് കണക്ട് ചെയ്യുന്ന ആ സമയത്തുള്ള ടൈം ആണ് 4:01. ആ സമയത്താണ് അദ്ദേഹം പ്രവേശിച്ചിട്ടുള്ളത്. ഇന്ത്യൻ എയർഫോഴ്സിന്റെ പൈലറ്റായിരുന്ന ഗ്രൂപ്പ് ക്യാപ്റ്റൻ സുഭാൻഷു ശുക്ല. 2025 ജൂൺ 26 വൈകുന്നേരം 4:01 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ഡോക്ക് ചെയ്യുമ്പോൾ സ്പേസ് എക്സ് ഡ്രാഗൺ ക്യാപ്സ്യൂൾ ഏത് സമുദ്രത്തിന് മുകളിലൂടെയായിരുന്നു? നോർത്ത് അറ്റ്ലാന്റിക് ഓഷ്യൻ. വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിന് മുകളിലൂടെ പോകുന്ന സമയത്തായിരുന്നു, അതായത് ISS ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ നോർത്ത് അറ്റ്ലാന്റിക് ഓഷ്യന് മുകളിലൂടെ പോകുന്ന ആ 4:01 ആ സമയത്തായിരുന്നു ഗ്രൂപ്പ് ക്യാപ്റ്റൻ സുഭാൻഷു ശുക്ല ISSലേക്ക് കടക്കുന്ന ആ ഒരു ടൈം. ISS ആ സമയത്ത് നോർത്ത് അറ്റ്ലാന്റിക് ഓഷ്യന്റെ മുകളിലൂടെ പോകുന്ന ഒരു സമയമായിരുന്നു. ആക്സ് 4 ദൗത്യത്തിനായി ഇന്ത്യ നിയോഗിച്ച 2 ക്രൂ അംഗങ്ങൾ ആരായിരുന്നു? ഗ്രൂപ്പ് ക്യാപ്റ്റൻ സുഭാൻഷു ശുക്ല ആൻഡ് പ്രശാന്ത് നായർ. മലയാളിയായിരുന്ന പ്രശാന്ത് നായർ ആയിരുന്നു സെക്കൻഡ് പേഴ്സൺ. അതായത് ഗ്രൂപ്പ് ക്യാപ്റ്റൻ സുഭാൻഷു ശുക്ലയ്ക്ക് ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് പോകാൻ സാധിച്ചില്ല, ആ മിഷനിലേക്ക് പോകാൻ സാധിച്ചില്ലെങ്കിൽ സെക്കൻഡ് പേഴ്സൺ ആയിരുന്നു പ്രശാന്ത് നായർ. ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ആണ് പ്രശാന്ത് നായർ. ഈ 2 പേർക്കാണ് ഇന്ത്യ ഏതാണ്ട് 500 കോടി മുകളിൽ ചിലവഴിച്ചുകൊണ്ട് ആക്സിയൻ 4 മിഷനിലേക്ക് ഉൾപ്പെടുത്തിയത്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്. ആദമ്യ ദ ഫസ്റ്റ് ഫാസ്റ്റ് പെട്രോൾ വെസൽ അണ്ടർ ദി 8 FPV പ്രൊജക്ട്. 8 FPV പ്രൊജക്ടിന് കീഴിലുള്ള ആദ്യത്തെ ഫാസ്റ്റ് പെട്രോൾ വെസൽ ആയി ആദമ്യ. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന് വേണ്ടി നിർമ്മിച്ചിട്ടുള്ള ഒരു പെട്രോൾ വെസൽ ആണ് ആദമ്യ. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ജൂൺ 26 ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൽ ഉൾപ്പെടുത്തിയ ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡിലെ 8 FPV പ്രൊജക്ടിന് കീഴിലുള്ള ആദ്യത്തെ ഫാസ്റ്റ് പെട്രോൾ വെസൽ ഏതാണ്? ആദമ്യ. ആദമ്യ എന്ന ഫാസ്റ്റ് പെട്രോൾ വെസൽ, ഈ ഒരു ചെറിയ കപ്പൽ, ഇത് നിർമ്മിച്ചിട്ടുള്ളത് ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ആണ്. ആകെ 8 ഫാസ്റ്റ് പെട്രോൾ വെസൽ ആണ് ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡിനെ കരാർ ആയിട്ട് ലഭിച്ചിട്ടുള്ളത്. ഇതിൽ ആദ്യത്തെ ഒരു കപ്പൽ ആണ് FPV ഫാസ്റ്റ് പെട്രോൾ വെസൽ ആണ് ആദമ്യ. ഇന്നലെ ജൂൺ 26 ഈ ഒരു കപ്പൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന് കൈമാറിയിട്ടുള്ളത് ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡ്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഏത് പെട്രോൾ വെസലിൽ കൺട്രോളബിൾ പിച്ച് പ്രൊപ്പല്ലറും തദ്ദേശീയമായി വികസിപ്പിച്ച ഗിയർ ബോക്സും ഉണ്ട്? ആദമ്യ. അതായത് ഇത്തരത്തിലുള്ള ഒരു കപ്പൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന് ആദ്യത്തെ ഒരു കപ്പലാണ്. കംപ്ലീറ്റ് ആയിട്ട് കൺട്രോളബിൾ പിച്ച് പ്രൊപ്പല്ലർ എന്ന ഒരു ഉപകരണം, അത്തരത്തിലുള്ള പ്രൊപ്പല്ലർ ഉള്ള ഒരു പെട്രോൾ വെസൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന് ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ആദമ്യ എന്ന ആ പെട്രോൾ വെസലിനെ കൺട്രോളബിൾ പിച്ച് പ്രൊപ്പല്ലർ എന്ന ആ ഒരു പ്രൊപ്പല്ലർ ഘടിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ അതിൻ്റെ ഗിയർ ബോക്സ് അത് നിർമ്മിച്ചിട്ടുള്ളതും ഇന്ത്യയിൽ തന്നെയാണ്. ഇതാണ് ആദമ്യ എന്ന ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഫാസ്റ്റ് പെട്രോൾ വെസലിനെ ഘടിപ്പിച്ചിട്ടുള്ള യന്ത്രങ്ങൾ. ഇന്ത്യൻ തീരസംരക്ഷണ സേനയ്ക്കായി ഗോവ കപ്പൽശാല നിർമ്മിച്ച ആദ്യത്തെ ഫാസ്റ്റ് പെട്രോൾ വെസലിൽ ഘടിപ്പിച്ചിരിക്കുന്ന 2 തരം തോക്കുകൾ ഏതാണ്? 30mm CRN91 ഗൺ, 2 12.7mm സ്റ്റെബിലൈസ്ഡ് റിമോട്ട് കൺട്രോൾ ഗൺ.
അതായത് ഇത്തരത്തിലുള്ള കപ്പലിനെ വരാൻ പോകുന്ന ചില ഭീഷണികൾ അതിനെ ചെറുക്കുന്നതിന് വേണ്ടിയുള്ള ഗണ്ണുകൾ ആണ് ഘടിപ്പിച്ചിട്ടുള്ളത്. 30mm CRN-91 ഗൺ എന്ന ഗൺ, ഒപ്പം തന്നെ 12.7mm സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള റിമോട്ട് കൺട്രോൾ ഗൺസ് ആണ് ഘടിപ്പിച്ചിട്ടുള്ളത്. ആദമ്യ എന്ന കപ്പലിൽ ഇതിന്റെ ഗിയർ ബോക്സ്, ഒപ്പം തന്നെ കൺട്രോളബിൾ പിച്ച് പ്രൊപ്പല്ലേഴ്സ് എന്നിവയെല്ലാം ഇതിന്റെ തന്നെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത് നിർമ്മിച്ചിട്ടുള്ളത് ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ആണ്. അടുത്തൊരു ഹെഡിംഗ് ആണ് ഇന്ത്യസ് ജാഹ്നവി ദങ്കേറ്റി ടു ബിക്കം ഫസ്റ്റ് ഇന്ത്യൻ ആസ്ട്രോനോട്ട് ഓൺ ടൈറ്റാൻ സ്പേസ് മിഷൻ. ടൈറ്റാൻ ബഹിരാകാശ ദൗത്യത്തിലെ ആദ്യ ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരിയായി ഇന്ത്യയുടെ ജാഹ്നവി ദങ്കേറ്റി. സ്പേസ് ടെക്നോളജിയിൽ വരാൻ പോകുന്ന വലിയൊരു മാറ്റം, ആ മാറ്റത്തിലേക്ക് ഒരുങ്ങുന്ന ഒരു മിഷൻ ആണ് ടൈറ്റാൻ സ്പേസ് മിഷൻ. ഇതിലേക്കുള്ള ആദ്യത്തെ ആസ്ട്രോനോട്ട് ആണ് ഇന്ത്യയിലെ ജാഹ്നവി ദങ്കേറ്റി. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2029 ടൈറ്റാൻ ബഹിരാകാശ ദൗത്യത്തിൽ പങ്കെടുക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ ബഹിരാകാശ യാത്രികൻ ആരാണ്? ജാഹ്നവി ദങ്കേറ്റി. 2029 വരാൻ പോകുന്ന ഒരു മിഷൻ ആണ് ടൈറ്റാൻ സ്പേസ് മിഷൻ. സ്പേസ് ആയി ബന്ധപ്പെട്ട് US വന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു മിഷൻ ആണ് ടൈറ്റാൻ സ്പേസ് മിഷൻ. ഇതിലേക്കാണ് നാസയുടെ ഇന്റർനാഷണൽ എയർ ആൻഡ് സ്പേസ് പ്രോഗ്രാമിലെ ഗ്രാജുവേറ്റ് ആയിരുന്ന ഇന്ത്യയുടെ ജാഹ്നവി ദങ്കേറ്റിയാണ് ഇന്ത്യയുടെ ആദ്യത്തെ ആസ്ട്രോനോട്ട് ആകാൻ പോകുന്നത് ടൈറ്റാൻ സ്പേസ് മിഷനിലേക്ക്. 2029 ടൈറ്റാൻ ബഹിരാകാശ ദൗത്യത്തിന് നേതൃത്വം നൽകുന്ന ബഹിരാകാശ യാത്രികന്റെ പേര് കേണൽ വില്യം മാക് ആർത്തർ ജൂനിയർ. നാസയിൽ റിട്ടയർ ആയിട്ടുള്ളതും സ്പേസ് രംഗത്തെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള റിട്ടയർഡ് ആയിട്ടുള്ള കേണൽ വില്യം മാക് ആർത്തർ ആയിരിക്കുള്ളൂ ടൈറ്റാൻ സ്പേസ് മിഷൻ എന്ന് പറയുന്ന ഈ മിഷന്റെ ഹെഡ്. അദ്ദേഹമായിരിക്കുള്ളൂ ഈ ഒരു മിഷൻ ലീഡ് ചെയ്യാൻ പോകുന്നത്. ഇന്ത്യയുടെ ജാഹ്നവി ദങ്കേറ്റി ഈ ഒരു മിഷന്റെ ഭാഗമാണ്. സ്പേസ് ടെക്നോളജിയിൽ വരാൻ പോകുന്ന അടുത്തൊരു മാറ്റം, അതായത് ഏറ്റവും ഷോർട്ട് ആയിട്ട് ഓർബിറ്റിൽ എത്തുക, ഭ്രമണത്തിൽ എത്തുക, കുറച്ച് സമയം അതിവിടെ സ്പെൻഡ് ചെയ്യുക, റിസർച്ച് നടത്തുക, എന്നിട്ട് തിരിച്ചു വരുന്ന ആ ഒരു സ്പേസ് മിഷൻ ആണ് ടൈറ്റാൻ സ്പേസ് മിഷൻ. ഇതിലേക്ക് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പാണ് 2029 നടക്കാൻ പോകുന്ന ആ മിഷനിലേക്കുള്ള തയ്യാറെടുപ്പിലേക്കാണ് ജാഹ്നവി ദങ്കേറ്റി. ടൈറ്റാൻ ദൗത്യത്തിനിടെ ജാഹ്നവി ദങ്കേറ്റി എത്ര തവണ ഗ്രഹത്തിന് ചുറ്റും പറക്കാൻ കഴിയും? 2 തവണ. അതായത് ഭൂമിയെ 2 പ്രാവശ്യം വലം വയ്ക്കാൻ സാധിക്കുന്ന ലെവലിലുള്ള ഒരു മിഷൻ ആയിരിക്കുള്ളൂ ജാഹ്നവി ദങ്കേറ്റിയുടെ. 2 സൂര്യഗ്രഹണങ്ങളും 2 സൂര്യ അസ്തമനം കാണാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു മിഷൻ ആയിരിക്കുള്ളൂ. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ലാസ്റ്റ് ഹെഡിങ് സ്പോർട്സ് ആയി ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫയേഴ്സ് ആണ്. ഇന്ത്യ സീൽ അറ്റ് ദി സെക്കൻഡ് ഏഷ്യൻ സ്ക്വാഷ് ഡബിൾസ് ചാമ്പ്യൻഷിപ്പ്. 2ാമത് ഏഷ്യൻ സ്ക്വാഷ് ഡബിൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ വിജയിച്ചു. സ്ക്വാഷ് ആയി ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫയേഴ്സ് ആണ് ഏഷ്യൻ സ്ക്വാഷ് ഡബിൾ ചാമ്പ്യൻഷിപ്പ്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ജൂൺ 26 നടന്ന 2ാമത്തെ ഏഷ്യൻ സ്ക്വാഷ് ഡബിൾസ് ചാമ്പ്യൻഷിപ്പിൽ പുരുഷ, വനിത, മിക്സഡ് ഡബിൾസ് എന്നീ 3 കിരീടങ്ങളും നേടിയ രാജ്യം ഇന്ത്യ. ഇന്ത്യയുടെ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു ഈ പ്രാവശ്യത്തെ 2ാമത്തെ ഏഷ്യൻ സ്ക്വാഷ് ഡബിൾസ് ചാമ്പ്യൻഷിപ്പിൽ. 3 കിരീടങ്ങൾ ആണ് ഇന്ത്യക്ക് ലഭിച്ചിട്ടുള്ളത്. അതായത് പുരുഷ, വനിത, മിക്സഡ് ഡബിൾസിലാണ് ഇന്ത്യക്ക് കിരീടം കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുള്ളത്. 2025 ജൂൺ 26 നടന്ന 2ാമത്തെ ഏഷ്യൻ സ്ക്വാഷ് ഡബിൾസ് ചാമ്പ്യൻഷിപ്പിൽ പുരുഷ ഡബിൾസ് കിരീടം നേടിയത് ആരാണ്? അഭയ് സിംഗ്, വേലവൻ സെന്തിൽകുമാർ. ഇന്ത്യയിലെ 2 പ്രൊഫഷണൽ മെൻസ് പ്ലെയേഴ്സ് ആണ് സ്ക്വാഷ് ആയി ബന്ധപ്പെട്ട്. ഒന്ന് അഭയ് സിംഗ്, മറ്റൊന്ന് വേലവൻ സെന്തിൽകുമാർ. നമ്മൾ പ്രത്യേകിച്ച് പേര് ഓർത്തിരിക്കേണ്ട ആവശ്യമാണ്. കാരണം ഒരുപക്ഷെ ഈ ഒരു പ്ലെയേഴ്സ് ഏത് സ്പോർട്സ് ആയി ബന്ധപ്പെട്ട പ്ലെയേഴ്സ് ആണെന്ന് ചോദിച്ചാൽ നമ്മൾക്ക് അതിൻ്റെ ഉത്തരം അറിഞ്ഞിരിക്കണം. ഈ 2 പേരും, അതായത് അഭയ് സിംഗും വേലവൻ സെന്തിൽകുമാറും സ്ക്വാഷ് ആയി ബന്ധപ്പെട്ടവരും 2025 ഏഷ്യൻ സ്ക്വാഷ് ഡബിൾ ചാമ്പ്യൻഷിപ്പ് വിജയിച്ച വ്യക്തികളാണ്. 2025 ജൂൺ 26 നടന്ന 2ാമത്തെ ഏഷ്യൻ സ്ക്വാഷ് ഡബിൾ ചാമ്പ്യൻഷിപ്പിൽ വനിതാ ഡബിൾസ് കിരീടം നേടിയത് ആരാണ്? ജോഷ്ന ചിന്നപ്പയും അനാഹത് സിംഗും. അപ്പോൾ ജോഷ്ന ചിന്നപ്പ, അനാഹത് സിംഗ് എന്നിവർ 2 പേരും വുമൻസിന്റെ ഡബിൾസ് നേടിയവരാണ്. അതുപോലെ മിക്സഡ് ഡബിൾസിലാണെങ്കിൽ അഭയ് സിംഗും അനാഹത് സിംഗ് ആയിരുന്നു. ഈ 2 പേരുടെ മിക്സഡ് ഡബിൾസ് ആണ് ഫൈനൽ മത്സരം വിജയിച്ചിട്ടുള്ളത്. അഭയ് സിംഗും വേലവൻ സെന്തിൽകുമാറും പാകിസ്ഥാനെതിരെയാണ് വിജയിച്ചിട്ടുള്ളത്. അതുപോലെ ജോഷ്ന ചിന്നപ്പയും അനാഹത് സിംഗ് ആണെങ്കിൽ വിജയിച്ചിട്ടുള്ളത് മലേഷ്യക്കെതിരാണ്. 21 ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മൾ ഇന്നിവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ലേഡീസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.
നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.